പേര് പ്രദീപ് എന്നാണ്. ചെറിയൊരു മെന്റലിസ്റ്റ് ആണ്. അപ്പോൾ ചെറിയൊരു എക്സ്പീരിയൻസിന് താല്പര്യമുണ്ടോ? കുഴപ്പമില്ല. ഓക്കെ, വേറെ ഒന്നും വേണ്ട, നമുക്ക് വളരെ പെട്ടെന്ന് സിമ്പിളായിട്ടൊന്ന് ചെയ്യാം. പേര് ഒന്ന്? ഗോകുൽ. സേതു. പഠിക്കുന്നത്? ഞാൻ പഠിക്കുന്നത് സെക്കൻഡ് ഇയർ, ഇപ്പോൾ തേർഡ് ഇയർ ആയി BA എക്കണോമിക്സിന് പഠിക്കുന്നു. ഇവിടെ തന്നെ ശ്രീകൃഷ്ണ കോളേജ് തന്നെയാണ്. അങ്ങനെ പ്രവർത്തനങ്ങളും മറ്റ് എല്ലാം ഉഷാറാണ്. ഓക്കെ, അപ്പോൾ ഈ കൈ അടുത്ത കൈ എന്ന് വെച്ചോ. ജസ്റ്റ് ഒന്ന് വെച്ചിട്ട് രണ്ടുപേരും ഇത് കൈ ഒന്ന് വെക്കണം, ടച്ച് ചെയ്യണേ. ഓക്കെ, ഇതൊരു പ്രഡിക്ഷനാണ് കേട്ടോ. കൈയെടുത്തോ. ജസ്റ്റ് റിലാക്സ് ചെയ്യുക. രണ്ടുപേരും ചെയ്യേണ്ടത്, ഇതൊരു പ്രഡിക്ഷനാണ്. വെച്ചോ. നിങ്ങൾ രണ്ടുപേരും കൂടി ഡിസ്കസ് ചെയ്യുക. രണ്ടുപേരും കൂടിയിട്ട് 100-ൽ താഴെയുള്ള ഏതെങ്കിലും ഒരു നമ്പർ, രണ്ടുപേർക്കും കൂടി കൺവീനിയൻസ് ആയ 100-ൽ താഴെയുള്ള ഏതെങ്കിലും ഒരു നമ്പർ ഒന്ന് തീരുമാനിച്ചു. ഏതാണ് നമ്പർ എന്ന് പറയാമോ? 28. ഉറപ്പാണ്? അതിൽ മാറ്റമൊന്നുമില്ല. രണ്ടുപേരും കൂടി തീരുമാനിച്ച സ്വതന്ത്രമായ ഒരു ആൻസറാണ് പറഞ്ഞിരിക്കുന്നത്. 28ാമത്തെ നമ്പർ പേര് ഒന്ന് നോക്കിക്കോളൂ. ഏതാണ്? പറയാലേ? നെൽസൺ മണ്ടേല. ഏതാണ്? നെൽസൺ മണ്ടേല. കൃത്യമാണ്. ബാക്കി ആ പേര് എവിടെയും ആവർത്തിക്കുന്നില്ലല്ലോ. വേണമെങ്കിൽ നോക്കാം, വേണമെങ്കിൽ മുഴുവൻ നോക്കാം. ഓക്കെ, ഇത് ഫുള്ളി നിങ്ങളുടെ ചോയ്സ് ആണ്. അതിൽ നിന്ന് റാൻഡംലി വന്ന ഒരു പേരാണ് നെൽസൺ മണ്ടേല. കുറച്ചു മുമ്പ് ഒരു പ്രഡിക്ഷൻ നിങ്ങളിൽ തന്നിട്ടുണ്ട്. ഓക്കെ, ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാമോ? താങ്ക് യു. അപ്പോൾ വളരെ സന്തോഷം കാണാൻ കഴിഞ്ഞത്. അപ്പോൾ കോളേജ് ക്യാമ്പസ് ജീവിതം വളരെ നല്ല രീതിയിലേക്കട്ടെ. എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? അടിപൊളി. നമ്മൾ വിചാരിച്ചില്ല, നമ്മൾ ആദ്യം വിചാരിച്ച നമ്പറല്ല രണ്ടാമത് ആലോചിച്ച് ഇതാക്കിയത്. അപ്പൊ ആദ്യം 77 ചിന്തിച്ച്, അത് കഴിഞ്ഞിട്ടാണ് 28 പറഞ്ഞ് ചെയ്യാനാണ്. ഇങ്ങനെ വരുന്നത് പ്രതീക്ഷിച്ചില്ല. ഓക്കെ, അപ്പൊ എല്ലാവരോടും അന്വേഷണം പറയും. ഓക്കെ, ശരി.